ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. നമ്മളെല്ലാവരും ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക്, ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ നമ്മൾ നടക്കാൻ പോകാറുണ്ട്. പക്ഷേ നടക്കാൻ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് നടത്തം എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നടക്കാൻ പോകുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഒരു കംപ്ലീറ്റ് വ്യായാമം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഒരു സത്യം എന്ന് പറയുന്നത്. നമ്മൾ 40 വയസ്സ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസിൽ മാസ് പതുക്കെ പതുക്കെ കുറഞ്ഞു വരും എന്നുള്ളത്. ഒരു 40 വയസ്സൊക്കെ ആയി അതിന് ശേഷമൊക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മസിൽ മാസ് കുറയുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ മസിൽ മാസ് കുറയുന്ന അനുസരിച്ച് തന്നെ നമ്മുടെ സ്ട്രെങ്ത് കുറയുന്നുണ്ട്, നമ്മുടെ എനർജി ലെവൽ താഴ്ത്തി വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമ്മുടെ മെറ്റബോളിസം കുറയുന്നുണ്ട്. ഓക്കെ, ചെറിയ പ്രായത്തിലുള്ള ഒരു മെറ്റബോളിസം അല്ല നമുക്കൊരു 40 വയസ്സിന് ശേഷം ഉണ്ടാകുന്നത്. നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അപ്പം ഈ 40 വയസ്സിന് ശേഷം ഞാൻ കാണിച്ചു തരുന്ന ഒരു 5 വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്ന വ്യായാമങ്ങളാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് ട്രെയിനിങ്, നിങ്ങൾക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ വെയിറ്റ് എടുത്ത് പൊക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ ഭാരം എടുത്ത് ഉയർത്തണമെന്നല്ല പറയുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐസോമെട്രിക് വർക്കൗട്ടുകൾ, അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പം നമ്മുടെ ലോവർ ബോഡിക്കും നമ്മുടെ അപ്പർ ബോഡിക്കും നല്ല രീതിയിൽ പ്രയോജനം കിട്ടും. അത് ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിക്കും. അതിനൊക്കെ നമ്മുടെ മസിൽ ലോസ് തടയാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും. അപ്പം ഇതിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ, ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാട്ടാണ്. നമ്മുടെ ലോവർ ബോഡിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യായാമങ്ങളിലൊന്നാണ് സ്ക്വാട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണുക. സ്ക്വാട്ട് നിങ്ങൾക്ക് പല വേരിയേഷൻസിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മുടെ ഗ്ലൂട്ട്സ്, നമ്മുടെ തൈസ്, നമ്മുടെ ഹാംസ്ട്രിങ്, ഓക്കെ, നമ്മുടെ കാഫ് മസിലെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ ലോവർ ബോഡിയെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വ്യായാമമാണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. സ്ക്വാട്ട് നിങ്ങൾക്ക് ഒരു 15 റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ലോവർ ബോഡിയെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് അപ്പർ ബോഡിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. പുഷപ്സ് നമ്മുടെ ആംസ്, നമ്മുടെ കൈകൾക്ക്, അതിനൊക്കെ ഷോൾഡർ, നമ്മുടെ ചെസ്റ്റ് മസിലിലേക്ക് ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന നല്ല സൂപ്പർ ഒരു വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത്. പുഷപ്സ് നിങ്ങൾക്ക് നോർമൽ പുഷപ്സ് തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ പുഷപ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നീ പുഷപ്സ് നിങ്ങൾ ചെയ്യുക. നല്ല അടിപൊളി ഒരു വ്യായാമമാണ് പുഷപ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കോർ സ്ട്രെങ്തനിങ്ങും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. അതിനൊക്കെ നിങ്ങളുടെ ഒരു മസിൽ ലോസിനെയൊക്കെ തടയാൻ സഹായിക്കുന്ന നല്ല ഒരു ഐസോമെട്രിക് വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കോർ സ്റ്റെബിലിറ്റിക്ക്, നമ്മുടെ കോർ മസിലിനെ എൻഗേജ്ഡ് ആക്കാൻ പറ്റുന്ന, നമ്മുടെ വയറിലെ പേശികളെ ശക്തമാക്കാൻ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണ് പ്ലാങ്ക്. അപ്പോൾ പ്ലാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേ കണക്ക് തന്നെ നമ്മുടെ ഒരു പോസ്ചറിനെയൊക്കെ കൃത്യമാക്കാൻ സഹായിക്കുന്ന സൂപ്പർ എക്സസൈസാണ് പ്ലാങ്ക്. അപ്പോൾ പ്ലാങ്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം നിങ്ങൾക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പതുക്കെ പരിശീലിച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഒന്നാന്തരം ഒരു വ്യായാമമാണ് പ്ലാങ്ക്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു എക്സസൈസാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂട്ട് മസിൽ, ഹാംസ്ട്രിങ് മസിൽ, ഓക്കെ, നമ്മുടെ ഹിപ്പ് ഭാഗം ഒക്കെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന, പ്രയോജനം തരുന്ന നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂട്ട് ബ്രിഡ്ജ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാതെ നിങ്ങൾ പതിയെ പരിശീലിക്കുക. ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യായാമമാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം നാലാമത്തെ നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജാണ്. നിങ്ങൾ മസ്റ്റായിട്ടും അത് ചെയ്യുക. അഞ്ചാമത്തെ നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ഓക്കെ, ജമ്പിങ് ജാക്സ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജമ്പിങ് ജാക്സ് നല്ല ഒരു എക്സസൈസാണ്. നിങ്ങളുടെ ഫുൾ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങളുടെ ഫുൾ ബോഡിയെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ എക്സസൈസാണ് ജമ്പിങ് ജാക്സ്. ജമ്പിങ് ജാക്സ് നിങ്ങൾക്ക് ഒരു 20 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ജമ്പിങ് ജാക്സ് ചെയ്യുന്ന വഴി നിങ്ങളുടെ കാർഡിയോ
ആ ഒരു കാർഡിയോടെ നമ്മുടെ ഒരു ഹൃദയാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അത് കണക്ക് നിങ്ങളുടെ ഫുൾ മസിൽസിനെയും എൻഗേജ്ഡാക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് നമ്മുടെ ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 5 വർക്കൗട്ടുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ നടക്കാൻ പോകണ്ട എന്നല്ല പറയുന്നത്, നിങ്ങൾ നടക്കാൻ പോവുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ 5 വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ ബെറ്ററാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മസിൽ മാസിനെ നമുക്ക് നമ്മുടെ ആ ഒരു മസിൽസിൻ്റെ ആ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു മസിൽസിൻ്റെ ഒരു ലോസിന് നമുക്ക് തടയാൻ പറ്റും. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന വഴി നിങ്ങൾക്കത് വളരെയേറെ ഗുണകരമാകും. അതേ കണക്ക് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ മെറ്റബോളിസത്തെ കറക്റ്റാക്കാൻ ഈ വർക്കൗട്ടുകൾ സഹായിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് നിലനിർത്താനായിട്ട് സഹായിക്കും. ഓക്കെ, നമ്മൾ നടക്കുന്ന വഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയില്ല. നടക്കാൻ പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നടക്കാൻ നമുക്ക് നല്ല ഒരു ഹൃദയാരോഗ്യത്തിന് നല്ല ഒരു വ്യായാമമാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ കലോറീസിനെ ബേൺ ചെയ്യിപ്പിക്കാനുമൊക്കെ നടത്തം സഹായിക്കും. നടത്തത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ നടത്തം മാത്രം നമ്മൾ ചെയ്യരുത്. നടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ രീതിയിലുള്ള ഈ ടൈപ്പ് വ്യായാമങ്ങൾ കൂടി നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 40 വയസ്സിന് ശേഷവും നിങ്ങൾക്ക് നല്ല എനർജി ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജിമ്മിലൊന്നും പോകേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ വെയിറ്റ് എടുത്ത് പൊക്കേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം തന്നെ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ അതിൻ്റെ കൊച്ചു വേരിയേഷൻസ് ചെയ്തിട്ട് പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ ശീലമാക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് തരാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണെന്ന് പറയാം. ബൈ.